10 വർഷം മുമ്പ് ഒരു ചെറിയ ചായക്കടയിൽ പോലും മൊബൈൽ കൊണ്ട് പണം കൊടുക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നോ? ഇന്ന് ചായക്കടയ്ക്ക് അല്ലെങ്കിൽ ചായയ്ക്ക് 10 കൊടുക്കാനും ഓട്ടോയ്ക്ക് പണം നൽകാനും കടയിൽ സാധനങ്ങൾ വാങ്ങാനും സുഹൃത്തിന് പണം അയക്കാനും ഫോൺ എടുക്കൂ, QR കോഡ് സ്കാൻ ചെയ്യൂ, പണം എത്തിയിരിക്കുന്നു. ഇതാണ് UPI, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. 2016 ആരംഭിച്ച UPI ഇന്ന് 10 വർഷം പൂർത്തിയാവുകയാണ്. തുടക്കത്തിൽ വെറും 21 ബാങ്കുകളുമായാണ് UPI ആരംഭിച്ചത്. ഈ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് UPIയുടെ വ്യാപ്തിയും അതിൻ്റെ സ്കെയിലും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണെന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പേഴ്സിൽ ക്യാഷ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, ബാങ്ക് അക്കൗണ്ട് നമ്പർ അറിയേണ്ടതില്ല, ചില്ലറയ്ക്കായി കാത്തിരിക്കേണ്ടതില്ല, ഒരു QR കോഡ്, ഒരു സ്മാർട്ട് ഫോൺ, ഏതാനും സെക്കൻഡ്സ്. വലിയ ഷോപ്പിംഗ് മാൾ മുതൽ നമ്മുടെ നാട്ടിലെ ചെറിയ പച്ചക്കറി കട വരെ UPI ഇന്ത്യയുടെ പേയ്മെൻറ്റ് സർവീസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൾച്ചർ തന്നെ മാറ്റിയിരിക്കുകയാണ്. പക്ഷേ UPIയുടെ ഏറ്റവും വലിയ വിജയം ടെക്നോളജി മാത്രമാണോ? അല്ല, സാധാരണക്കാരൻ്റെ ദൈനംദിന ജീവിതത്തിലേക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റ് എത്തിച്ചതാണ് അതിൻ്റെ ഏറ്റവും വലിയ മാറ്റം. ഇപ്പോൾ മോദി ജനങ്ങളോടൊരു കാര്യം ചോദിക്കുന്നു, UPI നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റി? ഞാനും അതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ ഒരു ദിവസം ഏകദേശം എത്ര UPI പേയ്മെൻറ്റ് നടത്താറുണ്ട്? 1 രൂപയാണോ, അല്ലെങ്കിൽ 5 രൂപയാണോ, അല്ലെങ്കിൽ 10 രൂപയാണോ? കമൻറ്റിൽ പറയൂ. 10 years of UPI, ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് റെവല്യൂഷൻ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആത്മഭാരതം എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.